വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള കത്തുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. സൗഹൃദങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സ്നേഹത്തിന്റെ വാക്കുകൾ വായിച്ചെടുക്കാൻ. പക്ഷെ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഇത്തരം എഴുത്തുപെട്ടികൾ പൊടികയറി തുരുമ്പെടുത്തു കഴിഞ്ഞു. ഒരു പഴയ കാലത്തിന്റെ ഓർമ്മയായി അവശേഷിക്കുമ്പോഴും തന്റെ സുഹൃത്തുക്കൾക്ക് മുടങ്ങാതെ കത്തുകൾ അയക്കുന്ന ഒരാളുണ്ട് ഇടുക്കിയിൽ. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും ഒക്കെയായ ആന്റണി മുനിയറ. എല്ലാ ക്രിസ്മസ് കാലത്തും ന്യൂ ഇയർ കാലത്തും അദ്ദേഹത്തിന്റെ കത്തുകൾക്കായി കാത്തിരിക്കുന്ന ഒരുപറ്റം സുഹൃത്തുക്കളുമുണ്ട്. ഓർമ്മച്ചെപ്പിലുണ്ട് ധന്യ സൗഹൃദത്തിന്റെ മഷിത്തണ്ടും കുഞ്ഞുമണികളും. പ്രത്യാശയുടെ വഴിയിലൂടെ നമുക്ക് സ്നേഹയാത്ര തുടരാം. ഒരാൾക്ക് എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. കത്തെന്ന് പറയാൻ കഴിയില്ല, ഇതുപോലുള്ള ഓരോ കവിതകളാണ് ആന്റണി മുനിയറ ഓരോ വർഷവും ഓരോരുത്തർക്കായി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിൽ പഴയതുപോലെ അത്രമാത്രം കാർഡുകൾ എഴുതാൻ കഴിയില്ലെങ്കിലും തപാലിനോടുള്ള സ്നേഹം, എൻ്റെ ബാല്യകൗമാരങ്ങളിൽ എന്നെ ഒപ്പം നടത്തിയത് തപാലും പോസ്റ്റ് ഓഫീസും ഒക്കെ ആയിരുന്നു. മുനിയറ പോസ്റ്റ് ഓഫീസിൽ എല്ലാ ദിവസവും വൈകിട്ട് മെയിൽ ബാഗ് തുറക്കുമ്പോൾ അതിൽ നിന്ന് താഴേക്ക് വീഴുന്ന പോസ്റ്റ് കാർഡുകളും ലിറ്റിൽ മാഗസീനുകളും വലിയ മാസികകളും, ഇതിനകത്ത് എൻ്റെ പേരും അഡ്രസ്സും ഇല്ലാത്ത ദിവസങ്ങളുണ്ടായിട്ടില്ല. അത് കൗമാര കാലഘട്ടത്തിൽ അത് വലിയൊരു പ്രചോദനമായി മാറി. പിന്നീട് ഓരോ വർഷവും ഡിസംബർ മാസമാകുമ്പോൾ സുഹൃത്തുക്കൾക്ക് കത്തെഴുതുന്നൊരു ശീലം അതേതാണ്ട് 1995 ആരംഭിച്ചതാണ്. 2000 ആയപ്പോഴേക്കും കത്തുകളുടെ എണ്ണം കൂടി. 2012 ആയപ്പോഴേക്കും 2012 പോസ്റ്റ് കാർഡുകൾ എഴുതാനായിട്ട് കഴിഞ്ഞു. പിന്നീട് ഡിമിനിഷിംഗ് ആണ്. പിന്നീട് ഓരോ തിരക്കുകൾക്കിടയിൽ അത്രമാത്രം കാർഡുകൾ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിവിടെ ഉണ്ടെന്ന് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു 500 പേർക്കെങ്കിലും ഞാൻ പോസ്റ്റ് കാർഡുകൾ എഴുതാറുണ്ട്. ആ പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ ആശംസാ കാർഡുകൾ അയക്കുക, ഇപ്പോൾ ഈ ആശംസാ കാർഡുകൾ കിട്ടാനില്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ടല്ലേ? കാരണം ഇപ്പോൾ മൊബൈൽ ഫോണിലൂടെ നമുക്ക് ആശംസകൾ ഏത് തരത്തിലും നമുക്ക് അയക്കാവുന്നതായപ്പോഴേക്കും ആശംസാ കാർഡുകളുടെ ഒരു പ്രസക്തി ഇല്ല. മാത്രമല്ല, മൊബൈൽ ഫോണിൽ ആരോ ചമച്ച ഒരു സന്ദേശം എല്ലാവരും കൂടി അങ്ങ് ഷെയർ ചെയ്യുന്നു. മറിച്ച് ഞാൻ പ്രിയപ്പെട്ട സന്ദീപിന് എഴുതുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഞാൻ കത്തയക്കുന്നത്. അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അവരുടെ സൗഹൃദം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഓർമ്മിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വാക്കുകളാണ്. അതിനകത്ത് കവിത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിതയല്ല, മറിച്ച് ആ സൗഹൃദത്തിൻ്റെ എന്തെങ്കിലും ചില ആഴവും പരപ്പും ഒക്കെ അതിനകത്ത് നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പോലും ഒത്തിരി കത്തുകൾ കിടപ്പുണ്ട്. ആ കത്തുകളിൽ ഒന്നും ഒരു വരി പോലും ആവർത്തനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഓരോ വ്യക്തിയെയും മനസ്സിൽ അത്രയധികം കണ്ട് അവരുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാവാം, അവരുടെ പ്രവൃത്തികളാകാം, അതിലേതെങ്കിലും ഒന്ന് വെച്ചിട്ടാണ് അല്ലേ അവരെ അടയാളപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആ എഴുത്തുകൾ. തീർച്ചയായിട്ടും. കാരണം ഇത് എഴുതാതിരിക്കാനാവില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഡിസംബർ, അതായത് ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഞാനിപ്പോഴും പോസ്റ്റ് ഓഫീസുകൾ തേടി നടക്കും പോസ്റ്റ് കാർഡുകൾക്ക് വേണ്ടിയിട്ട്. ഇത്തവണ ഒരുപാട് അലയേണ്ടി വന്നു ഇത്രയും പോസ്റ്റ് കാർഡുകൾ ഒപ്പിക്കാനായിട്ട്. കാരണം പല പോസ്റ്റ് ഓഫീസുകളിലും പോസ്റ്റ് കാർഡുകളില്ല, പോസ്റ്റ് കാർഡ് വാങ്ങാനായിട്ട് ആളില്ല. അപ്പോൾ ഇതിനൊരു 5 പൈസയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ 50 പൈസയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രസക്തി വളരെ വലുതാണ്. മേൽവിലാസം ഉണ്ടാക്കി തന്ന അച്ഛനെന്നാണ് ഞാൻ പോസ്റ്റ് ഓഫീസിനെ വിളിക്കുന്നത്. കാരണം നമുക്കൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് പോസ്റ്റ് ഓഫീസാണ്. തീർച്ചയായിട്ടും ആന്റണി മുനിയറ PO ഇടുക്കി എന്ന് പറയുമ്പോഴേക്കും ഒരു കത്ത്, ഒരു കാർഡ് എനിക്ക് വരുമെങ്കിൽ അതെനിക്ക് ഉണ്ടാക്കി തന്നത് തപാലാണ്. അതുകൊണ്ട് തപാലിനെ മറക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട കാര്യമാണ് തപാല്. ഇപ്പോൾ തപാൽ പെട്ടികൾ തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ തപാൽ പെട്ടികൾ തുരുമ്പെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ആകെ വരുന്നത് മുത്തൂറ്റിൻ്റെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻസിൻ്റെയോ ഒക്കെയാണ്, ജപ്തിയൊക്കെയാണ്. എന്തായാലും എനിക്ക് പോസ്റ്റലായിട്ട് വരുന്ന ആകെ ഒരു വർഷത്തിൽ ഒരെണ്ണം കിട്ടുക എന്ന് പറയുന്നത് ഈ ആന്റണി മാഷിൻ്റെ കത്താണ്. ആ കത്തുകൊണ്ട് അങ്ങനെ ഒരു കത്തിനെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ പറയേണ്ടതുണ്ട്, ഈ ആധുനികതയുടെ കാലഘട്ടത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. അങ്ങേക്ക് എഴുതി കഴിഞ്ഞു, അങ്ങേക്ക് 2 ദിവസത്തിനകം തന്നെ അത് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാർഡ് കിട്ടിയിട്ടാണ് ഞാൻ വന്നത്. കാർഡ് കിട്ടിയല്ലേ? കാർഡ് കിട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ കിട്ടി.
ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ആന്റണി മാഷ് ഈ കത്തുകൾ മാത്രമല്ല, ഒത്തിരി കവിതകൾ എഴുതുന്നയാളാണ്. അതുപോലെ തന്നെ വലിയ ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളയാളാണ്. ആകാശവാണിയിലൂടെ ഒരു സാന്നിധ്യമായി ശബ്ദമായി നിന്നിരുന്നയാളാണ്. ഒപ്പം തന്നെ ദൂരദർശൻ്റെ ഇപ്പോഴും റിപ്പോർട്ടറാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. ആന്റണി മാഷിൻ്റെ ആ കവിതകളിലേക്കൊക്കെ നമുക്ക് പോകാം. മുനിയറയുടെ മലമുകളിൽ ഇരുന്ന് ഇങ്ങനെ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി കത്തുകൾ എഴുതുക മാത്രമല്ല, ആന്റണി മുനിയറ എന്ന വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണിത്. ഏതാണ്ട് 10 പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അതിലേറ്റവും ഒടുവിൽ ഇറങ്ങിയത് നിലത്തെഴുത്ത് എന്നിട്ടുള്ളതാണ്. കവിതകളും കഥകളും അല്ലേ? കവിതകളാണ് കൂടുതൽ. ഒരു കവിത. തീ പിടിച്ച പുരികൾ, തിളയ്ക്കുന്ന കടലുകൾ, ഏകാന്തരാത്രികൾ, എരിയുന്ന പകലുകൾ, അടിമുടിയിളകുന്ന സിംഹാസനങ്ങളിൽ, ആദ്യാനുരാഗ പടകുടീരങ്ങളിൽ, അജ്ഞാതവാസങ്ങൾ, അഴിമതിച്ചൂതുകൾ, പ്രിയസഖി പരിഭവ ചുമടുതാങ്ങികൾ നമ്മൾ, നമുക്കായൊരുങ്ങുന്നൊരൊടുക്കത്തെ അത്താഴവും ഭുജിച്ചിനി പഴിചൊല്ലി നീങ്ങാം, ഹൃദയം മുറിച്ചൊരു താലത്തിലാക്കി ഈ ചന്തയിൽ വിൽക്കാം, കമ്പോള നിലവാരമൊരുക്കഴിച്ചിടുക, കമ്പോള നിലവാരമൊരുക്കഴിച്ചിടുക. ഈ കാലഘട്ടത്തിൻ്റെ ഒരു കവിതയാണ്. ഈ കവിതകൾ, ഈ അക്ഷരങ്ങളാണ് ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവന് മണ്ണിനെ സ്നേഹിക്കാൻ പറ്റും, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹം മരണം വരെ കൊണ്ടു നടക്കാൻ കഴിയും. മരണത്തിനപ്പുറം മറ്റുള്ളവർ നമ്മളെയും സ്നേഹിക്കും. അതാണ് ആന്റണി മുനിയറ എന്ന ഈ വലിയ എഴുത്തുകാരൻ്റെ ജീവിതം സമൂഹത്തിന് പകർന്നു നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.